സോ നമ്മളിന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള ഏറ്റവും കൊമ്പനായിട്ടുള്ള സാക്ഷാൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതിൽ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഫിഗർ വളരെ ബ്യൂട്ടിഫുള്ളായി വളരെ എന്താ പറയുക നീറ്റായിട്ട് ഈ ഫിഗറിങ് വരച്ച് വരിക. ഇറ്റ്സ് എ പൈപ്പ്, ബേസിക്കലി ഇറ്റ്സ് ഒരു പൈപ്പാണിത്, ഒരു പൈപ്പിൻ്റെ ഇങ്ങനെ വരുന്നത്. സോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഹൈറ്റ് h1, ഈ ഹൈറ്റ് h2. പിന്നെ ഉള്ളത് ഇവിടുന്ന് മുതൽ ഇത് നമ്മൾ റാൻഡമായിട്ട് എടുത്തൊരു പോയിൻ്റാണ്. ഇവിടെയും നമ്മൾ ഇത് പൈപ്പ് എൻ്റർ ചെയ്യുന്ന സ്ഥിതി, ഇത് പൈപ്പ് ലീവ് ചെയ്യുന്ന സ്ഥിതി. ഇതിൽ നമ്മളിവിടെ റാൻഡമായിട്ടൊരു പോയിൻ്റ് എടുത്തതാണ്, ഇവിടെയും നമ്മൾ റാൻഡമായിട്ടൊരു പോയിൻ്റ് എടുത്തതാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതും ലെറ്റ്സ് സേ ദിസ് ഇസ് എ ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഇസ് ബി, ലെറ്റ്സ് സേ ദിസ് ഇസ് സി, ലെറ്റ്സ് സേ ദിസ് ഇസ് ഡി. സോ എ ടു ബി മുതലിലെ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കാം. സ്മോൾ ചേഞ്ച് ആയതുകൊണ്ട് ഡെൽറ്റ എക്സ് ആയിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത്, പിന്നെ ഇവിടെ വരുന്ന ലിക്വിഡാണല്ലോ, ഇതിപ്പോൾ എന്താ പറയുക ഫ്ലൂയിഡാണല്ലോ ഇതിലോട്ട് ഒഴുകുന്നത്. സോ പ്രഷർ P1, ഇവിടെ ഇല്ല പ്രഷർ P2. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1. ഇവിടെ ഇതില്ല, നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഇതിൻ്റെ ഏരിയ A1. ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്യേണ്ട ഏരിയ എത്രയാണ്? A2. സോ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ റെഡി ഫോർ ബെർണോളിസ് ഇക്വേഷൻ. ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഈ പറയുന്ന എന്താ പറയുക, ഇതിന് ഈ ഇക്വേഷൻ്റെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്, ഇത് പല രീതിക്കും ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഇൻ എന്താ പറയുക പല രീതിയിൽ. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആൾക്കാർ പല സ്റ്റെപ്പ് ഓരോ ഈ സൈലത്തിലോ ഒരു രീതിയിലായിരിക്കും, എജുപോർട്ട് ഒരു രീതിയിലായിരിക്കും, എക്സാമിനറിൽ വേറെ രീതിയിലായിരിക്കും. ബട്ട് ഇത് ഞാൻ എന്താ പറയുക പേഴ്സണലി ഞാൻ പഠിച്ചെടുത്തൊരു ടെക്നീക്കായത്. ഈ പറയുന്ന ഏറ്റവും നമുക്ക് എന്താ പറയുക ഏറ്റവും സിമ്പിളായിട്ട് വെറും 10 സ്റ്റെപ്പിൽ ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഹെഡിങ് എഴുതി വെക്കുക, പ്രഷർ എനർജി. പ്രഷർ എനർജി ഇതിൽ നമ്മൾ, കാരണം ഇവിടുന്ന് എന്തായാലും നമ്മളിപ്പോൾ പൈപ്പിലല്ലാണെങ്കിൽ ഇതാ ഇവിടുന്ന് വെള്ളം ഹയർ ടു ലോവർ അല്ല എന്തായാലും ഒഴുകും. അല്ലാതെ എപ്പോഴെങ്കിലും ഇനി ഈ പൈപ്പിലെ വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്ന എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്? ഹാവ് യു എവർ സീൻ ദ വാട്ടർ ഗോയിങ് ഫ്രം ലോവർ റീജിയൻ ടു ഹയർ റീജിയൻ? അങ്ങനെ ചെയ്യേണ്ടിക്കില്ല. നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു വർക്ക് കൊടുക്കണം W. എന്നാൽ മാത്രമേ നമുക്ക് അതേ സ്ഥിതിയിൽ വീടി നമ്മൾ എപ്പോഴും വേണ്ടിക്കൽ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ വേണ്ടിക്കൽ ഒഴുകാം. പക്ഷേ ഇവിടുന്ന് താഴെയായിട്ടുള്ള റീജിയൻ ഇങ്ങോട്ടേക്ക് പോകണമെന്ന്, കാരണം ഈ ആരോ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ആരോ ഇങ്ങോട്ടേക്ക് പോകുന്നത്, ആരോ പുറത്തോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു എക്സ്റ്റേണൽ വർക്ക് തന്നെ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സ് നടക്കൂ. സോ വി ഹാവ് ടു ഡു സം വർക്ക്. അതിൽ ഇവിടെ കിട്ടുന്ന വർക്ക് ഡണ്ട ഇക്വേഷനാണ് W1 = ഫോഴ്സ്. അത് എഴുതാൻ വിട്ടുപോയി. അതിൻ്റെ അടുത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എഴുതി തരിക. അക്കോർഡിംഗ് വർക്ക് എനർജി പവറിലെ വർക്കിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എഫ് എന്താ പറയുക SL ജസ്റ്റ് FS എന്ന് എഴുതിയാൽ മതി. കാരണം ഇവിടെ ആംഗിൾ എന്ന് പറയേണ്ടത് 0 ഡിഗ്രിയാണ്. സോ cos 0 = 1. സോ അതിലേക്കൊന്നും പോകണ്ട. W = FS. നമ്മളിവിടെ FSന് പകരം എന്താണ്, ഇവിടെ നമുക്ക് ഫോഴ്സും കൂടി മാറിക്കുക. F1 ഇവിടെയുള്ള ഫോഴ്സ് F2. സോ F1 ഇൻറ്റു എസിൻ്റെ പകരം എന്തായാലും അത് ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. സോ ഡെൽറ്റ x1, ഇവിടെയും ഡെൽറ്റ x1, ഇവിടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡെൽറ്റ x2 ആയിട്ട് എടുക്കാം. സോ F1 × ഡെൽറ്റ x1 = നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഇതൊന്നും ഡെറിവേഷൻ്റെ ഭാഗമല്ല, ഇതെല്ലാം ജസ്റ്റ് എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ട് പറയുന്നതെന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ. ഇതേ ഈ ഇക്വേഷൻ നമുക്ക് ഫോഴ്സിന് ഒരു ഇക്വേഷൻ പഠിക്കില്ല. എന്താ ചെയ്യുക? ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. F = പ്രഷർ ഇൻറ്റു ഏരിയ. സോ ഇവിടെ നമുക്ക് പ്രഷർ ഉണ്ട്, ഏരിയ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഏരിയ ഉണ്ട്. സോ നമുക്ക് ഈ ഫോഴ്സിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ F1 പകരം ഇവിടെ F1 ആയതുകൊണ്ട് P1 A1. സോ P1
A1 ഇൻറ്റു ഡെൽറ്റ x1. സോ ഇവിടെ P1 ഇൻറ്റു നമുക്കറിയാം വോളിയം V ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു എന്താ പറയുക ഹൈറ്റാണ്. ഏരിയ എന്തുകൊണ്ടാണ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വരാൻ കാരണം? ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതല്ലേ ബേസിക്കലി വോളിയം എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ അതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് നമുക്ക് കോമൺലി ഏരിയ എന്ന് പറഞ്ഞൂടെ, അതാണല്ലേ A1. പിന്നെ ഡെൽറ്റ x1 എന്താണ്? നമ്മൾ ഈ പറയുന്ന ഈ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്ന ഈ ഹൈറ്റ്, ഈ ഹൈറ്റിലാണോ ഈ ഇത്ര ഹൈറ്റ്, ഈ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ പകരം ഡെൽറ്റ V എന്ന് ചേർക്കാം. ഇവിടെ V1 ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡെൽറ്റ V എന്നിട്ടാൽ മതി. കാരണം അടുത്ത W2 വരുന്ന സമയത്ത് നമ്മൾ ഡെൽറ്റ V തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ W1 കണ്ടുപിടിച്ച് അടുത്ത W2 കണ്ടുപിടിക്കണം. ഇവിടെയിൽ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഇനി ഇവിടെയിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണ്ടേ. സോ W2 ഈക്വൽ ടു ഇതേ ഇക്വേഷൻ F2 ഇൻറ്റു ഡെൽറ്റ x2. സോ ഈ ഇക്വേഷൻ പോലെ മാറ്റി എഴുതുമ്പോൾ P2 A2 ഡെൽറ്റ x2 ഈക്വൽ ടു P2 ഇൻറ്റു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ A1 ഇൻറ്റു ഡെൽറ്റ x1 ഡെൽറ്റ V ആണെങ്കിൽ ഇവിടെയും A2 ഇൻറ്റു ഡെൽറ്റ x2 എന്ന് പറയുന്നത് ഡെൽറ്റ V ആയിരിക്കും. കാരണം അത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ഇത് ചെയ്താലും സെയിം വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഡെൽറ്റ V1 ഡെൽറ്റ V2 എന്ന് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡെൽറ്റ V അത്രേ വേണ്ടു. പിന്നെ ഇവിടെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഇവിടെ നമ്മൾ എടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ചേർത്ത് കൊടുക്കണം ഫോഴ്സിൻ്റെ എടുക്കുക. സോ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. സോ നെഗറ്റീവ് P2 ഡെൽറ്റ V W2. സോ നമുക്കിനി കണ്ടുപിടിക്കുന്നത് W അല്ല, W ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു W1 പ്ലസ് W2. സോ ഇവിടെ നിന്ന് ചെയ്ത വർക്ക് ഡൺ പ്ലസ് ഇവിടെ ചെയ്ത വർക്ക് ഡൺ. സോ W1 എത്രയാണ്? ഇക്വേഷൻ നമ്പർ ഏതാ ഇപ്പോൾ എടുക്കുക? ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 1 P1 ഡെൽറ്റ V പ്ലസ് ഇവിടെ ഒരു മൈനസ് ഇല്ലേ, മൈനസ് P2 ഡെൽറ്റ V. ഇവിടെ നമുക്ക് എന്താ പറയുക P1 പ്ലസ് എന്താ പറയുക, നമുക്ക് ഈ ടേംസിന് ഒരുമിച്ച് എഴുതിക്കൂടെ, ഒരേപോലത്തെ പ്രഷറിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുന്ന സമയത്ത് P1 കാരണം നമുക്ക് എന്നിട്ട് എന്താ പറയുക വോളിയത്തിന് ഇവിടെ കോമൺ ആയിട്ട് എടുക്കുക, കാരണം വോളിയം രണ്ടിലുണ്ട്. സോ P1 പ്ലസ് മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ഈക്വൽ ടു P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇത് എടുത്ത് തന്നെ കിടക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ 1/3 ഡെറിവേഷൻ കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ കുറേ സ്റ്റെപ്പ് എടുത്ത് എഴുതിയോണ്ടാണ് ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അല്ല ജസ്റ്റ് W1 പ്ലസ് W2 = P1 മൈനസ് P2 ഡെൽറ്റ V എന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. മനസ്സിലാവേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്ര സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. അല്ല ഇത്ര കാര്യം സ്റ്റെപ്പൊന്നും ഇല്ല ഈ ഡെറിവേഷന്. മനസ്സിലാവുന്ന ഒരു രീതിക്ക് വരെ ഞാൻ അങ്ങനെ എഴുതിയെന്ന് അത്ര. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയാണ്. ഇതിൽ കണ്ടുപിടിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പ്രഷർ എനർജി, രണ്ടാമത്തെ കാര്യം കൈനറ്റിക് എനർജി, മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? മൂന്നാമത്തത് എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി അറിയുന്നൊരു കാര്യം, കൈനറ്റിക് എനർജീൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു ½ mv² അല്ലേ. സോ ഈ പറയുന്ന ഈക്വൽ ടു ½ ഇൻറ്റു ഇവിടെ മാസിനെ നമുക്ക് ഇത് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് നമുക്കിവിടെ ഏടിക്കണ മാസിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത് ഡെൻസിറ്റിയും വോളിയത്തിൻ്റെ ടേംസിലേക്ക് മാറ്റണം. സോ നമുക്കറിയുന്നൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ
നമുക്ക് മാസിന് ഒരു ഇക്വേഷൻ കിട്ടില്ല, ഇതിനങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ് ഇസ് ഈക്വൽ ടു വോളിയത്തിൻ്റെ വി വലുതാണ്, നമ്മളെ വെലോസിറ്റിൻ്റെ വി ചെറുതും വോളിയത്തിൻ്റെ വി വലുതുമാണ്. സോ ഇത് ചെയ്താൽ റോ വി മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ അതിവിടെ ഇതാക്കിയാൽ എന്ത് കിട്ടും നമുക്കിനി? എമ്മിന് പകരം റോ ബിഗ് വി സ്മോൾ വി സ്ക്വയർ. സോ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന ഡെൽറ്റ കെ ഇ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഡെൽറ്റ കെ ഇ എന്ന് പറയുമ്പോൾ അത് ഈക്വേഷൻ്റെ ഭാഗമായിട്ട് എഴുതേണ്ട. ഡെൽറ്റ കെ ഇ ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യലായിട്ടുള്ള കൈനറ്റിക് എനർജി കുറച്ച് നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഡെൽറ്റ പിയും വേണം, എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൂടി വേണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ പറയുന്ന കെ എഫ് എത്രയാണ്? ഹാഫ് മാസിൻ്റെ പകരം ഈ പറയുന്ന ടേംസ്. ഇവിടെ എന്താ പറയുക, കെ എഫിൻ്റെ പകരം ഹാഫ് റോ എന്താണ് ഫൈനലല്ലേ ചോദിച്ചത്. സോ ഡെൻസിറ്റി എപ്പോഴും ഡെൻസിറ്റിയാണ്, അതൊരിക്കലും 1ഉം 2 ഒന്നുമില്ല, അതെപ്പോഴും സെയിം ആണ്. പിന്നെ മാറ്റം എവിടെയാണ്? വോളിയത്തിലാണ്, വോളിയത്തിലെ വ്യത്യാസം വരും. സോ 2 ഹാഫ് റോ വി ക്യാപിറ്റൽ V2, പിന്നെ ഇത് സ്മോൾ V2. ഇവിടെ ആക്ച്വലി എന്താ പറയുക, V2 എന്ന് എഴുതില്ല, കാരണം ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ചെയ്താൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സോ നമുക്കത് ഡെൽറ്റ വി എന്നായിട്ട് എടുക്കാം. പിന്നെ വെലോസിറ്റീൻ്റെ V2 മൈനസ് ഹാഫ് എം ഡെൻസിറ്റി തന്നെയാണ്. സോ പിന്നെ ഡെൽറ്റ വി ഞാൻ പറഞ്ഞല്ലോ, ആ സംഭവം മാറില്ല, V1 സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷന് ഹാഫ് റോ ഡെൽറ്റ വി. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, കാരണം വോളിയം ഒരിക്കലും മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഡെൽറ്റ വി തന്നെ എടുക്കാം. പിന്നെ എന്താണ്, നമ്മളിപ്പോൾ ഇത് എവിടെ ചെയ്തില്ല ഡെൽറ്റ വി എന്നുള്ളത്, അതുപോലെ ഇവിടെയും ഡെൽറ്റ വി എന്ന് എഴുതാം. പിന്നെ V2 സ്ക്വയർ സ്മോൾ V2 സ്ക്വയർ മൈനസ് ഹാഫ് പിന്നെയും റോ ഡെൽറ്റ വി V1 സ്ക്വയർ. നമുക്കിതൊന്ന് എന്താണ് ഈ പറയുന്ന നമുക്കിതൊന്ന് ഡെൽറ്റ വി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ ഡെൽറ്റ വി ഇൻറ്റു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. നീ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഡെൻസിറ്റി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അതിന് റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക. നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇത്ര കിട്ടി, ക്യാപിറ്റൽ ഡെൽറ്റ വി ഇൻറ്റു ഹാഫ് റോ വി സ്ക്വയർ മൈനസ് ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. അടുത്തത് എന്താ പറഞ്ഞ പോലെ കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷന് P ഈസ് ഈക്വൽ ടു mgh ആണ്. സോ ഡെൽറ്റ P ഈസ് ഈക്വൽ ടു P പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ മാസിൻ്റെ പകരം സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ റോ ഡെൽറ്റ വി. റോ ഇവിടെ മാസ് ഈസ് ഈക്വൽ ടു റോ ഡെൽറ്റ വി ഇൻ ദിസ് എന്ന് പറയേണ്ടത് ദിസ് ഡെറിവേഷൻ. ഈ ഡെറിവേഷനിൽ വി അല്ല വോളിയത്തിന് പകരം നമ്മൾ ഡെൽറ്റ വി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ അത് വരിക എമ്മിന് പകരം റോ ഡെൽറ്റ വി ജി. ഹൈറ്റ് ഇതാണ്, ഈ ഹൈറ്റ് H2 മൈനസ് റോ ഡെൽറ്റ വി ജി എത്രയാണ്? ഇവിടുത്തെ ഹൈറ്റ് H1. സോ ഇത്ര കിട്ടി. നമുക്കതിനി ഇത് ഈക്വേഷനിലേക്ക് എഴുതാം. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു
ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി റോ ഡെൽറ്റ വി ജി H2 മൈനസ് റോ ഡെൽറ്റ വി ജി H1. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ വി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഡെൽറ്റ വി ഇവിടെ ഡെൽറ്റ ഈ വി എഴുതുന്ന വോളിയത്തിൻ്റെ വി എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ആയിരിക്കണേ. നമ്മളെ വെലോസിറ്റിൻ്റെ വി സ്മോളും വോളിയത്തിൻ്റെ വി ക്യാപിറ്റലാണ്. ഈ സ്മോളും ക്യാപിറ്റലല്ല ഇറ്റ് റിയലി മാറ്റേഴ്സ്, അല്ലെ ആകെ മാറിപ്പോകുമ്പോൾ സംഭവം. ഇപ്പോൾ റോ ജി H2 മൈനസ് റോ ജി H1. സോ ഇപ്പോൾ ഇതിപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 5. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി, പ്രഷർ എനർജി കിട്ടി, പിന്നെ കൈനറ്റിക് എനർജി കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇക്വേഷന് കാണുമ്പോൾ അത്ര ഭീകരമാണെങ്കിൽ ഇതിപ്പോൾ എല്ലാ ടേംസിലും ഇപ്പം കട്ടായി പോകാൻ പോകണം. സോ എന്താ പറയുക, അക്കോർഡിംഗ് ടു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി വെക്കുക. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് എനർജി തിയറം എന്താണ്, ചേഞ്ച് എന്താ പറയുക, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് വർക്ക് ഡൺ അറിയാം, ഇക്വേഷൻ നമ്പർ 3. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അറിയാം, ഇക്വേഷൻ നമ്പർ 4. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അറിയാം, ഇക്വേഷൻ നമ്പർ 5. എവറിത്തിങ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ നമുക്കിവിടെ എഴുതാം W. സോ ഡബ്ല്യുവിന് പകരം P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഉണ്ട്, ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു ഈ പറയുന്ന ഈക്വേഷൻ ഉണ്ടല്ലോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ വി ഇൻറ്റു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ പിക്ക് പകരം ഈക്വേഷൻ എഴുതുക, പ്ലസ് ഡെൽറ്റ വി ഇൻറ്റു റോ ജി H2 മൈനസ് കാണുന്നുണ്ടല്ലോ അല്ലേ, റോ ജി H2 മൈനസ് റോ ജി H1. സോ ഇത് കിട്ടി. ഇനിയിപ്പം കണ്ടോ ബ്യൂട്ടി, കണ്ടോ ഡെൽറ്റ വി എല്ലാം ക്യാൻസൽഡ്. അതെങ്ങനെ ക്യാൻസൽ ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഒരു പെൻസിലും ഇല്ലല്ലോ, പെൻസിൽ കിട്ടി. ഇതെങ്ങനെ ആക്ച്വലി ക്യാൻസൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഒരു ഡെൽറ്റ വി വെച്ച് ഡിവൈഡ്, ഇവിടെ ഒരു ഡെൽറ്റ വി വെച്ച് ഡിവൈഡ്, ഇവിടെ ഒരു ഡെൽറ്റ വി വെച്ച് ഡിവൈഡ്, അങ്ങനെയാണ് ഈ രണ്ട് ടേംസ് എല്ലാം ക്യാൻസലായി പോകുന്നത്. അത് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്ത ആളെയല്ലോ. പിന്നെ എനിക്ക് അഥവാ ഇതിങ്ങനെ ഡെൽറ്റ വി ക്യാൻസൽ ആകുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് എല്ലാ ടേംസിനും ഡെൽറ്റ വി വെച്ച് ഇതാക്കിയാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇവിടെ ഡെൽറ്റ വി ക്യാൻസൽഡ്. ഇനി നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. അടുത്ത ഇക്വേഷൻ എഴുതുന്ന സമയത്ത് P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു അടുത്ത ഈ ടേം എഴുതാം, ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് റോ ജി H1. ഡെൽറ്റ വി ടേംസ് എല്ലാം ക്യാൻസൽഡ്. ഇതെന്താണ്, ഇക്വേഷൻ നമ്പർ 7. സോ ഇനി എന്ത് ചെയ്യാം, ഒരേ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക്, 1 ടേംസ് എല്ലാം ഇവിടെ എവിടെയല്ല 1 ടേമാണ്, ഇത് 1, ഇവിടെ 1. സോ ഈ ടേംസ് P1ൻ്റെ ടേംസ് എല്ലാം റൈറ്റ് സൈഡിൽ, P2ൻ്റെ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ. സോ P1 ഈ മൈനസ് ഹാഫ് റോ വി സ്ക്വയർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് വരുമ്പോൾ പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ, ഈ മൈനസ് റോ ജി H1 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരും പ്ലസ് റോ ജി H1 ഈക്വൽ ടു ഈ P2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് P2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് P2 പിന്നെ ഇവിടെ ആദ്യ പ്ലസ് ആണ്. സോ പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ, ഇവിടെ പിന്നെ ഒരു പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് റോ ജി H2 പ്ലസ് റോ ജി
എച്ച് ടു. ഇക്വേഷൻ നമ്പർ 8. ഇനി ഒരു സ്റ്റെപ്പും കൂടിയല്ലോ. നമുക്കിത് കോമൺ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? പ്രഷർ പി പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഹാഫ് റോ വിയും V2 V1 ഒന്നും വേണ്ട, എന്താ പറയുക, വി, ജസ്റ്റ് വി, ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി H2 H1 H2 ഒന്നും വേണ്ട, ജസ്റ്റ് എച്ച്, റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ. ഇത്രയേ പറയുന്നല്ലോ. ഇതാ ഞാൻ പറഞ്ഞ് 10 ഇക്വേഷനിൽ കിട്ടുന്ന ഇത് തന്നെ. ഇവിടെ 9ാമത്തെ ഇക്വേഷൻ തന്നെ നമ്മൾ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇക്വേഷൻ വായിക്കാം. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ, ഇത് ചെറിയ വെലോസിറ്റി തന്നെ വി ആണ്, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സോ ബെർണോളീസ് പ്രിൻസിപ്പിൾ 4 മാർക്ക് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ പറയുന്ന ഇതൊന്നും എഴുതണമെന്നില്ല, ഇതെല്ലാം ജസ്റ്റ് ഞാൻ മനസ്സിലാക്കേണ്ടിയിട്ട് പറഞ്ഞു മാത്രമോ. ഈ ഫിഗർ നീറ്റായിട്ട് വരയ്ക്കുക, ഇക്വേഷൻസ് എല്ലാം എഴുതുക, പ്രഷർ എനർജി സ്റ്റെപ്പായിട്ട് തന്നെ ഡിറൈവ് ചെയ്താൽ മതി, വളരെ ഈസിയാണ്. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, ഡെൽറ്റ, പിന്നെ പൊട്ടൻഷ്യൽ എനർജി, പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതി വെക്കുന്നത് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് ഇത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടൂല. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് എഴുതണം? ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതണം. ബെർണോളീസ് പ്രിൻസിപ്പിൾ അത് റെഡ് മഷിൽ എഴുതണമെന്നില്ലല്ലോ. എന്താ പറയുക, അത് പറയുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് റൈറ്റ് ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ, ഇത് ഇതേപോലെ തന്നെ എഴുതണം. ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ ദ സം ഓഫ്, ഈ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദ സം ഓഫ് പ്രഷർ എനർജി ഒരു വണ്ടിക്ക് ഒരു ഹൈഫൺ വണ്ടിലും വണ്ടിക്ക് കൊടുത്തോ. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി എന്ന് മാത്രം ഇതേ പോലെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം remains a constant. So Bernoulli's principle states that as we move along a streamline, the sum of pressure energy, kinetic energy per unit volume and potential energy per unit volume remains a constant. അതാണ് നമ്മൾ ഇത്രയും നേരം ഈ ഡെറിവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇവിടുത്തം വരെ എന്താ പറയുക പെടാപ്പാട് വിട്ടത്. പക്ഷേ ഇത് അത്ര വലിയൊരു ഡെറിവേഷൻ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. ഈ പറയുന്ന സ്റ്റെപ്സിൽ ഇതേപോലെ ഫോളോ ചെയ്യണമെങ്കിൽ ഇതിലെല്ലാം ഏടി എന്ത് ഇതായില്ലത്. പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് W1 ഇത്ര, W2 ഇത്ര, W സിക്കൽ W1 പ്ലസ് W2 അന്നേരം P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി കോമൺ എടുത്ത് കൈനറ്റിക് എനർജീനെ കണ്ടുപിടിക്കുന്നത്. അതിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന മാസിൻ്റെ പകരം റോ ഡെൽറ്റ വി എന്ന് എടുക്കുന്നത്, എന്നിട്ട് ഡെൽറ്റ വി കോമൺ എടുക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയിൽ അതേപോലെ തന്നെ മാസിന് പകരം റോ ഡെൽറ്റ വി എന്ന് എടുക്കുന്നത്, ഡെൽറ്റ വി കോമൺ എടുക്കുന്നത്. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഡെൽറ്റ വി എല്ലാം ക്യാൻസൽ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു ഇക്വേഷൻ ഇതിനെ കിട്ടും. എന്നിട്ട് ഒരേപോലത്തെ ടേംസ് എല്ലാം ഒരു സൈഡിൽ, വേറെ ടേംസ് മറ്റേ സൈഡിൽ. എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്ന ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക്, 2 എന്ന് പറയുന്ന ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ. ഒരു ലാസ്റ്റ് ഇങ്ങനെ എഴുതുന്നത് P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ബെർണോളീസ് പ്രിൻസിപ്പിൾ എഴുതി കൊടുക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.